Good morning, dear students. Next, we discussed about characteristics of cancer cells. അപ്പോൾ നമ്മൾ ക്യാൻസർ എന്താണെന്നും ബെനൈൻ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സും ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാൻസർ സെൽസ് ആണ്. Most cancers derive from a single abnormal cell that has undergone some heritable change enabling it to break away from normal cell cycle. നമുക്കറിയാം, ഒരു സെല്ല് അബ്നോർമൽ ആകണമെങ്കിൽ ആ സെല്ലിലെ ഏതെങ്കിലും ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ച് അബ്നോർമൽ പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കുകയും അങ്ങനെയാണ് ആ സെല്ല് ഒരു ക്യാൻസർ സെല്ലായിട്ട് മാറുന്നത്. Thus the cancers are usually monoclonal in origin. അപ്പോൾ നമുക്ക് ക്യാൻസേഴ്സ് ഒരു മോണോക്ലോണൽ ഒറിജിൻ ആണെന്ന് തന്നെ പറയാം. ഇതൊക്കെ കൂടാതെ ക്യാൻസർ സെൽസിന് ചില നോർമൽ സെൽസിനെ അപേക്ഷിച്ച് ചില ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബെനൈനും മാലിഗ്നൻറ്റ് ട്യൂമേഴ്സുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് ബെനൈൻ എന്നും എന്താണ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ്, ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ക്യാൻസർ ഒരു ജെനറ്റിക് ഡിസീസാണ്. ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ആണ് ഓൾട്ടേർഡ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഇത് ചിലപ്പോൾ സെൽ ഡിവിഷൻ്റെ സമയത്താവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ റാൻഡമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഈവൻറ്റ് കൊണ്ടാവാം. അപ്പോൾ കൂടുതലും എല്ലാ ക്യാൻസറുകളും ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം സൊമാറ്റിക് സെൽസിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ആണ്. അതുപോലെ തന്നെ ജേം ലൈൻ സെൽസിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസും ഇതുപോലെ ചില ക്യാൻസറുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. കാർസിനോമ, സാർക്കോമ, ലിംഫോമ ആൻഡ് ലുക്കീമിയ എന്നിവയാണ്. ഇനി നമ്മളിവിടെ പറയുന്നത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ പ്രധാനമായിട്ട് നോർമൽ സെല്ലിനെ അപേക്ഷിച്ച് ക്യാൻസർ സെല്ലിനുള്ള പ്രത്യേകത ഇത് ഇമ്മോർട്ടലാണ്. ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഇമ്മോർട്ടലൈസേഷൻ. നമ്മളൊരു സെൽ കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ ആ സെൽ കൾച്ചറിലെ സെൽസ് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സെൽ ഡിവിഷൻ കഴിയുമ്പോഴത്തേക്ക് അത് സെനൈലാവുകയും അൾട്ടിമേറ്റ്ലി ഡൈ ആകുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സെൽ സെനിസെൻസ്. നിങ്ങൾക്ക് സെൽ സെനിസെൻസിനെ കുറിച്ചൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ഇൻ എ സെൽ കൾച്ചർ ദ സെൽസ് അണ്ടർഗോ ഫിക്സഡ് നമ്പർ ഓഫ് ഡിവിഷൻ ആൻഡ് thereafter they become senile and ultimately die, a process known as the cell senescence. This finiteness of cell division has been referred to as the Hayflick's limit. ഇങ്ങനെ സെല്ലുകൾക്കൊരു നിശ്ചിത സമയം വരെ ഡിവിഷൻ നടത്തി അത് സെൽ ഡെത്തിലോട്ട് പോകുന്ന ഈ ഒരു ലിമിറ്റിനെ വിളിക്കുന്ന പേരാണ് ഹേഫ്ലിക് ലിമിറ്റ്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ സെൽ കൾച്ചർ സർവൈവ് ഫോർ എബൌട്ട് 50 ജനറേഷൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ സെൽസ് ഡൈ. നമ്മുടെ ഹ്യൂമൻ സെൽസ് ആണെങ്കിൽ ഒരു കൾച്ചറിൽ നമ്മൾ ഗ്രോത്ത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു 50 ജനറേഷൻ വരെ ഡിവൈഡ് ചെയ്യുകയും അത് കഴിയുമ്പോൾ അത് ഡൈ ആയി പോവുകയും ചെയ്യുന്നു. ബട്ട് ദ ക്യാൻസർ സെൽസ് ഓൺ ദ അതർ ഹാൻഡ് ഡിഫീറ്റ് ദിസ് പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. അപ്പോൾ ക്യാൻസർ സെൽസിൻ്റെ ഒരു പ്രത്യേകത അവർ ഇങ്ങനെ ഈ ഒരു സെൽ ഡെത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ദ കണ്ടിന്യൂ ടു ഡിവൈഡ് ഇൻഡെഫിനിറ്റ്ലി. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. In vivo malignant cells act as if the body is a culture medium serving their nutrition. The cancer cells go on multiplying without any restriction. Therefore, the malignant cells in a sense remain immortal. അപ്പോൾ നോർമൽ സെൽസിന് നമുക്കൊരു ഹേഫ്ലിക് ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ക്യാൻസർ സെൽസിന് ആ ലിമിറ്റ് ഇല്ല. അതാണ് അവരെ ഇമ്മോർട്ടാലിറ്റി സെൽസ് അല്ലെങ്കിൽ ഇമ്മോർട്ടലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം ഇവരെ നമ്മളൊരു നമ്മൾ ഒരു കൾച്ചർ മീഡിയത്തിൽ ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ അനുവദിച്ചാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ഇമ്മോർട്ടലായിരിക്കും. ദ സെൻസ് ആൻഡ് ബിഹേവിയർ ഓഫ് നോർമൽ സെൽസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലോസ് ഓഫ് ടീലോമിറേസ് ആക്ടിവിറ്റി. നമുക്കറിയാം നോർമൽ സെൽസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സെൽ ഡെത്തിലോട്ട് പോകുന്നത്. കാരണം അതിൻ്റെ ടീലോമിറേസ് ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ടീലോമിറേസ് ഈസ് ആൻ എൻസൈം ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ടീലോമേഴ്സ്. ഇപ്പോൾ ടീലോമിറേസ് എന്ന് പറഞ്ഞത് ഒരു എൻസൈമാണ്. അത് നമ്മുടെ ക്രോമസോമിൻ്റെ ടീലോമിയർ റീജിയൻ്റെ ഫോർമേഷന് കാരണമാകുന്നു. ദ ടെർമിനൽ എൻഡ് ഓഫ് ക്രോമസോംസിൻ്റെ ആ റീജിയൻസിൽ ഇരിക്കുന്ന ഈ
ടീലോമിയർ റീജിയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ എൻസൈമാണ് ടീലോമിറൈസ്. ദ ആബ്സെൻസ് ഓഫ് ടീലോമിറൈസ് the absence of telomerase, the telomeres are not assembled, leading to the degradation of chromosome and thereby the onset of senescence and cell death. അപ്പോൾ ഇങ്ങനെ ടീലോമിറൈസ് എൻസൈമിൻ്റെ ആബ്സെൻ്റ് ഉണ്ടാകുന്നത് ടീലോമർ എന്ന് പറഞ്ഞ ടീലോമിയർ റീജിയൻസ് അസംബിൾ ചെയ്യാതെ വരുമ്പോൾ ക്രോമസോമിൻ്റെ ടീലോമിയർ റീജിയൻ ഡീഗ്രേഡ് ആകുമ്പോൾ തീർച്ചയായും അവിടെ ടീലോമിറൈസ് എൻസൈം ഇല്ലാതെ വരികയും സെൽസിൻ്റെ ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുകയും അത് സെൽ ഡെത്തിലോട്ട് അല്ലെങ്കിൽ അപ്പോപ്റ്റോസിസിലോട്ട് കടന്നു പോവുകയും ചെയ്യും. ക്യാൻസർ സെൽസ് ഓൺ ദ അതർ ഹാൻഡ് ഹാവ് ഹൈ ലെവൽസ് ഓഫ് ടീലോമിറൈസ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ക്യാൻസർ സെൽസിന് ധാരാളം ടീലോമിറൈസ് എൻസൈം ഉണ്ട്, വിച്ച് ഹെൽപ്സ് ടു പ്രൊട്ടക്റ്റ് ദം ഫ്രം സെനിസെൻസ് മേക്കിംഗ് ദം ഇമ്മോർട്ടൽ. അപ്പോൾ അവർക്ക് ധാരാളം ടീലോമിറൈസ് എൻസൈം ഉണ്ട്. ടീലോമിയർ റീജിയന് ഡീഗ്രഡേഷൻ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ടീലോമിറൈസ് എൻസൈം ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുകയും ആ സെൽസ് ഇമ്മോർട്ടലായിട്ടിരിക്കുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ദ സെക്കൻഡ് വൺ ഈസ് ലോസ് ഓഫ് കോൺടാക്റ്റ് ഇൻഹിബിഷൻ. ഇവരുടെ കോൺടാക്റ്റ് ഇൻഹിബിഷൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. Normal cells growing in tissue culture tend to establish cell contact by adhesion to neighboring cells. ഒരു കൾച്ചർ പ്ലേറ്റിലാണെങ്കിൽ കൂടിയും നോർമൽ സെൽസ് ഗ്രോത്ത് നടക്കുന്നത് അവരടുത്തിരിക്കുന്ന സെൽസുമായിട്ട് നൈബറിങ് സെൽസുമായിട്ടൊരു അഡ്ഹഷൻ വെച്ചിട്ടാണ്. At the points of adhesion, some kind of electron dense plaque is formed in both the contacting cells. അപ്പോൾ നമുക്ക് ആ അഡ്ഹഷൻ ഒരു ഇലക്ട്രോൺ ഡെൻസ് പോലെ ഒരു പ്ലേക്ക് ഉണ്ടാക്കുന്നു അടുത്തിരിക്കുന്ന സെല്ല് കോണ്ടാക്റ്റിംഗ് സെൽസുമായിട്ട്. ഇൻ കോൺട്രാസ്റ്റ് ക്യാൻസർ സെൽസ് ആർ അനേബിൾ ടു ഫോം അദേഴ്സീവ് ജംഗ്ഷൻ ആൻഡ് ഡു നോട്ട് ഷോ കോൺടാക്റ്റ് ഇൻഹിബിഷൻ. പക്ഷേ ക്യാൻസർ സെൽസിന് അങ്ങനെ ഒരു അദേഴ്സീവ് ജംഗ്ഷൻ ഇല്ലാതെ വരികയും സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ജംഗ്ഷൻ ഇല്ലാതെ വരികയും അവർ കോൺടാക്റ്റ് ഇൻഹിബിഷൻ നഷ്ടപ്പെട്ടിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം നോർമൽ സെൽസ് ഇൻ എ സെൽ കൾച്ചർ മീഡിയം ഫോം എ കണ്ടിന്യൂസ് മോണോ ലെയർ ആൻഡ് ദെൻ സ്റ്റോപ്പ് ഡിവൈഡിങ് ബൈ എ ഫിനോമിനൻ കാൾഡ് ഡെൻസിറ്റി ഡിപ്പെൻഡൻറ്റ് ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ. അപ്പോൾ നോർമൽ സെൽസ് ഇങ്ങനെ ഒരു കോൺടാക്റ്റ് ഇൻഹിബിഷനിലൂടെ ഇങ്ങനെ പോയി അവർ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവർ ഡെൻസിറ്റി ഡിപ്പെൻഡൻറ്റ് ഇൻഹിബിഷനാണ് സെൽ ഡിവിഷന്. അവർ ഡെൻസിറ്റി മാക്സിമം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സെൽ ഡിവിഷൻ ഇല്ല. പക്ഷേ ക്യാൻസർ സെൽസ് അങ്ങനല്ല. അവർ യൂഷ്വലി ഇങ്ങനെ കണ്ടിന്യൂസ് ഗ്രോത്ത് നടന്ന് അവിടെ ഇങ്ങനെ കോൺഫ്ലുവൻറ്റ് മോണോ ലെയേഴ്സായിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഒരു കോൺടാക്റ്റ് ഇൻഹിബിഷൻ ഡെൻസിറ്റി ഡിപ്പെൻഡൻ്റ് ഒന്നും അല്ലാതെ ഇങ്ങനെ അൺകൺട്രോളബിളായിട്ട് വന്നുകൊണ്ടിരിക്കുക, കോൺടാക്റ്റ് ഇൻഹിബിഷൻ ഇല്ലാത്തതുകൊണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ അൺകൺട്രോൾഡ് ഗ്രോത്ത്. അപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് അടുത്തത് അൺകൺട്രോൾഡ് ഗ്രോത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ക്യാൻസർ സെൽസിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയിൽ ഒന്നാണ് അൺകൺട്രോൾഡ് ഗ്രോത്ത്. ദ ലോസ് ഓഫ് കോൺടാക്റ്റ് ഇൻഹിബിഷൻ ഈസ് വൺ ഓഫ് ദ സെവറൽ ഫാക്ടേഴ്സ് ദാറ്റ് അപ്സെറ്റ്സ് ദ നോർമൽ കൺട്രോൾ ഓഫ് ഗ്രോത്ത് ഇൻ ക്യാൻസർ സെൽസ്. അപ്പോൾ കോൺടാക്റ്റ് ഇൻഹിബിഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഈ ക്യാൻസർ സെൽസിൻ്റെ നോർമൽ ഗ്രോത്തിനെ നോർമൽ കൺട്രോൾ നഷ്ടപ്പെടുകയും similarly the cancer cells are potentially immortal and continue to divide indefinitely leading to uncontrolled growth. അപ്പോൾ അതിൻ്റെ ഇമ്മോർട്ടാലിറ്റി നഷ്ടപ്പെട്ട് ടീലോമിറൈസ് ഇഷ്ടംപോലെ ഉണ്ട്, ലോസ് ഓഫ് കോൺടാക്റ്റ് ഇൻഹിബിഷന് നഷ്ടപ്പെട്ട് കണ്ടമാനം ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. The malignant cells are self-sufficient in growth factors as opposed to normal cells. അപ്പോൾ നോർമൽ സെൽസിനെ അപേക്ഷിച്ച് മാലിഗ്നൻ്റ് സെൽസിൻ്റെ പ്രത്യേകത അവർക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സൊക്കെ ധാരാളം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നീഡ് എക്സ്റ്റേണൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഫോർ കണ്ടിന്യൂഡ് പ്രോലിഫറേഷൻ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോലിഫറേറ്റ് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ അവർക്ക് ധാരാളം ലഭിക്കുകയും the cancer cells can continue to grow subduing the normal regulatory mechanism of an organs. അപ്പോൾ ക്യാൻസർ സെൽസ് നോർമൽ സെൽസിനെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് നടക്കുകയും ചെയ്യുന്നു. The next one is the changes in membrane cell surface. ഇനി നമുക്ക് നോക്കാം നോർമൽ സെൽസിനെയും ഒരു മാലിഗ്നൻ്റ് സെൽസിനെയും എടുത്തു കഴിഞ്ഞാൽ അവരുടെ സെൽ മെംബ്രെയിൻ സെൽ സർഫസ് സ്ട്രക്ചറിലൊക്കെ ധാരാളം വ്യത്യാസം കാണും.
The cell coat of malignant cells have been found to contain more glycosaminoglycans. ഒരു മാലിഗ്നൻ്റ് ക്യാൻസർ സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൽ സർഫസിൽ ധാരാളം സെൽസിൽ ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസ് കാണുകയും അതുപോലെ തന്നെ ഗ്യാപ് ജംഗ്ഷൻസ് ഡിസപ്പിയർ ഫ്രം മാലിഗ്നൻ്റ് സെൽസ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ലോസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ നഷ്ടപ്പെടുമ്പോൾ തന്നെ സെല്ലുകൾ നൈബറിങ് സെൽസുമായിട്ടുള്ള കോണ്ടാക്റ്റ് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ തന്നെ അവിടെയുള്ള രണ്ട് സെല്ലുകൾക്കിടയിലുള്ള ജംഗ്ഷനുകളൊക്കെ ഇല്ലാതായിരുന്നു. അപ്പോൾ ഈ ഗ്യാപ് ജംഗ്ഷൻസ് ഇല്ലാതാകുന്നത് തന്നെ ഈ ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഡിഫറൻസ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ഗ്ലൈക്കോലിപ്പിഡ് ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻ കണ്ടൻസ്. ഗ്ലൈക്കോലിപ്പിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ കണ്ടൻസിലൊക്കെ വേരിയേഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന വേരിയേഷൻസ് കോസിങ് റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഗാൻഗ്ലിയോസൈഡ്സ്. ഇത് ഗാൻഗ്ലിയോസൈഡിൻ്റെ പ്രൊഡക്ഷനെ കുറവ് വരുത്തുകയും the cancer cells frequently release intracellular enzymes to the medium indicating leakage from cell membranes. അപ്പോൾ ഇവർ പുറത്ത് അടുത്ത സെല്ലുമായിട്ട് കോണ്ടാക്റ്റ് വഴി പാസ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡുമായിട്ടൊക്കെ പാസ് ചെയ്യേണ്ട സബ്സ്റ്റൻസുകളെല്ലാം സെല്ലിനകത്ത് തന്നെ നിർത്തിക്കൊണ്ട് ഇൻട്രാ സെല്ലുലാർ എൻസൈമുകളൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് കൂടുകയും അവിടെ ഇത് സെല്ലിൽ നിന്ന് ലീക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യും. A major protease enzyme secreted by cancer cells acts on plasminogen and converts it into plasmin. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊട്ടിയേസ് എൻസൈം ഉണ്ട്, ക്യാൻസർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊട്ടിയേസ് എൻസൈം അത് പ്ലാസ്മിനോജനായിട്ട് ആക്ട് ചെയ്ത് അത് കൺവേർട്ട് ചെയ്ത് പ്ലാസ്മിനായിട്ട് മാറും. Plasmin is a proteolytic enzyme that dissolves blood clots and also remove exposed protein group at the cell surface. ഈ പ്ലാസ്മിൻ ഒരു പ്രോട്ടിയോലിറ്റിക് എൻസൈമാണ്. അത് സെല്ലിൻ്റെ സർഫസിലെ ബ്ലഡ് ക്ലോട്ടുകളെയൊക്കെ അലിയിച്ച് ഒരു ആസിഡിക് നേച്ചറാണ് അതിന്, അത് അലിയിച്ച് പ്രോട്ടീൻ എക്സ്പോസ് ചെയ്ത് വരികയും സെൽ സർഫസിൻ്റെ വെളിയിലോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതൊരു നോർമൽ സെല്ലിനെ അപേക്ഷിച്ചിട്ട് മാലിഗ്നൻ്റ് സെൽസിനുള്ള ഒരു പ്രത്യേകതയാണ്. നെക്സ്റ്റ് ഈസ് ഫൈബ്രോനെക്റ്റിൻ. ഇറ്റ് ഈസ് എ മേജർ കമ്പോണൻസ് ഓഫ് നോർമൽ സെൽ കോട്ട്. അപ്പം നോർമൽ സെൽ കോട്ട് സെല്ലിൻ്റെ ഔട്ട്സൈഡിലുള്ള ഒരു പ്രധാന ഒരു കമ്പോണൻ്റ് ആണ് ഫൈബ്രോനെക്റ്റിൻ. ഇറ്റ്സ് എ ഹൈ മോളിക്കുലാർ വെയ്റ്റ് ഗ്ലൈക്കോപ്രോട്ടീൻ. The presence of fibronectin increases cell adhesion to the substratum and to the other cells. അപ്പോൾ ഒരു നോർമൽ സെല്ലിന് ഈ ഫൈബ്രോനെക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് സെൽ അഡ്ഹഷൻ ടു ദ സബ്സ്ട്രേറ്റം ആൻഡ് ടു ദ അതർ സെൽസ്. മറ്റ് സെൽസുമായിട്ടും ആ സബ്സ്ട്രേറ്റുമായിട്ടും ഒരു അഡ്ഹഷൻ കൊടുക്കുന്നത് ഈ ഫൈബ്രോനെക്റ്റിനാണ്. ആൻഡ് ഇൻഫ്ലുവൻസസ് ദ മോർഫോളജി ഓഫ് ദ സെൽ. സെല്ലിൻ്റെ മോർഫോളജിയെ നിലനിർത്തുന്നതും ഈ ഫൈബ്രോനെക്റ്റിനാണ്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ഇതിൻ്റെ ഒരു ഫങ്ഷൻ നമ്മളെങ്ങനെ മാലിഗ്നൻ്റ് സെൽസിലെന്ന് നമ്മൾ കണ്ടെത്താൻ വേണ്ടി കൾച്ചർ മീഡിയത്തിൽ നമ്മൾ നോക്കിയപ്പോൾ in culture malignant cells fibronectin is either absent or drastically reduced. അപ്പോൾ കൾച്ചർ മീഡിയത്തിൽ നമ്മൾ നോക്കിയപ്പോൾ മാലിഗ്നൻ്റ് സെൽസിൽ കണ്ടത് അല്ലെങ്കിൽ മാലിഗ്നൻ്റ് പേഷ്യൻസിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത് ഈ മാലിഗ്നൻ്റ് സെൽസിൽ ഫൈബ്രോനെക്റ്റിൻ ഒന്നുകിൽ ആബ്സെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ അളവ് നോർമൽ സെല്ലിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. സം ക്യാൻസർ സെൽസ് possess new cell surface protein that are referred to as tumor associated antigen. ഇത് കൂടാതെ തന്നെ ചില ക്യാൻസർ സെൽസുകൾ പുതിയ ഒരു സെൽ സർഫസ് പ്രോട്ടീനെയൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ട്യൂമർ അസോസിയേറ്റഡ് ആൻറ്റിജൻ. ബിക്കോസ് ദേ ക്യാൻ ഇൻഡ്യൂസ് ദ ഫോർമേഷൻ ഓഫ് ആൻറ്റിബോഡി എഗൈൻസ്റ്റ് ദ സെൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി സെല്ലിന് ഒരു അബ്നോർമാലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ ശരീരത്തിലെ മറ്റ് ഭാഗത്തിരിക്കുന്ന ആൻറ്റിബോഡീസ് വരുമ്പോൾ അതിനെ ഇൻഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ക്യാൻസർ സെൽസിൻ്റെ സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത് ട്യൂമർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിജൻസിനെയൊക്കെ വെച്ച് അങ്ങനെ സെല്ലിനെ ഒരു തരത്തിലും വേറൊരു ലെവലിലോട്ട് നോർമൽ സെൽസിനെ അപേക്ഷിച്ച് അത് ഇങ്ങനെ അൺകൺട്രോളബിൾ ഗ്രോത്തിനും ആ ഹോസ്റ്റിൻ്റെ ഡിസ്ട്രക്ഷനും വേണ്ടിയിട്ടുള്ള രീതിയിലോട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അതിൻ്റെ സെൽ മെംബ്രെയിൻ സെൽ സർഫസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കും. The next feature is the aerobic glycolysis. Malignant cells mainly rely on glycolysis for their increased energy requirement. അപ്പോൾ നമുക്കറിയാം നോർമൽ സെൽസിന് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എനർജി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട്
ഗ്ലൈക്കോളിസിസ് ഒക്കെ നടക്കും. പക്ഷേ ഇവിടെ അൺകൺട്രോളബിൾ ഗ്രോത്ത് നടത്തണമെങ്കിൽ ഇവർക്ക് ഇനോമസ് ആയിട്ടുള്ള എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനോർമസ് എനർജി വേണമെങ്കിൽ ഗ്ലൈക്കോളിസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടേയിരിക്കണം. It is estimated that cancer cells typically have glycolytic rates up to 200 times higher than those of normal cells. കണ്ടോ, ഇപ്പോൾ നോർമൽ സെൽസിനെ അപേക്ഷിച്ച് 200 ടൈംസ് എനർജിക്ക് വേണ്ടിയിട്ട് ഇവർ ഗ്ലൈക്കോളിസിസ് നടത്തിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ റേറ്റ് കൂടുതലാണ്. ബട്ട് ദ പാരഡോക്സ് ഈസ് ദാറ്റ് ക്യാൻസർ സെൽസ് റിലേ ഓൺ ഗ്ലൈക്കോളിസിസ് ഈവൻ ഇഫ് ഓക്സിജൻ ഈസ് അവൈലബിൾ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നോർമൽ സെൽസ് എപ്പോഴാണോ ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് ശരീരത്തിലുള്ളത് ആ സമയത്ത് മാത്രമാണ് അത് ഗ്ലൈക്കോളിസിസ് നടത്തുന്നത്. പക്ഷേ ക്യാൻസർ സെൽസ് ആണെങ്കിൽ 200 ടൈംസ് ഗ്ലൈക്കോലിറ്റിക് റേറ്റ് കൂട്ടുന്നു, ഹയർ ആക്കുന്നു നോർമൽ സെല്ലിനെ അപേക്ഷിച്ച്. This phenomenon of dependence of cancer cells on glycolysis despite the presence of abundant oxygen is called aerobic glycolysis or the Warburg effect. അപ്പോൾ ഇവിടെ ഇങ്ങനെ അമിതമായിട്ട് ഓക്സിജൻ അബണ്ടൻ്റ് ആയിട്ട് ഇവർ വലിച്ചെടുക്കുകയും ഇങ്ങനെ 200 ടൈംസ് വരെ അതിൽ ഇരട്ടിയായിട്ട് ഇങ്ങനെ ഗ്ലൈക്കോളിസിസ് ഈ ഓക്സിജനെ വെച്ച് നടത്തുകയും ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇങ്ങനെ ഒരു എഫക്റ്റിനെ, ഈ മാലിഗ്നൻറ്റ് സെൽസ് കാണിക്കുന്ന ഈ എഫക്റ്റിനെ നമ്മൾ വിളിക്കും എയറോബിക് ഗ്ലൈക്കോളിസിസ് ഓർ ദ വാർബർഗ് ഇഫക്റ്റ്. ഇത് ഓട്ടോ വാർബർഗ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് ഈ ഒരു ഇഫക്റ്റ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പ്രപ്പോസ് ചെയ്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനെ വാർബർഗ് ഇഫക്റ്റ് എന്ന് പറയും. ഇറ്റ്സ് എ യുണൈക്ക് പ്രോപ്പർട്ടി ഓഫ് മോസ്റ്റ് ക്യാൻസേഴ്സ്. അപ്പോൾ മിക്ക ഒരു ക്യാൻസർ സെൽസും കാണിക്കുന്ന ഒരു യുണൈക്ക് പ്രോപ്പർട്ടിയാണ്. Glycolysis, however, generate much less ATP per glucose than do the Krebs cycle reaction and oxidative phosphorylation in normal cells. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഓക്സിജൻ വലിച്ചെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഹൈ റേറ്റ് ഓഫ് ഗ്ലൈക്കോളിറ്റിക് റേറ്റ് നടത്തി നോർമൽ സെല്ലിനെ അപേക്ഷിച്ച് നോർമൽ സെൽസിൽ ഉണ്ടാകുന്ന ATP ആ ഒരു പ്രൊഡക്ഷനൊക്കെ ക്രെബ്സ് സൈക്കിൾ റിയാക്ഷൻ വഴിയും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴിയൊക്കെ നോർമൽ സെൽസിൽ ATP പ്രൊഡക്ഷൻ നടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഇതിനെയൊക്കെ അപേക്ഷിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്യാൻസർ സെൽസ് ഈ പ്രോസസ്സൊക്കെ നടത്തി, എന്നുവെച്ചാൽ ഇവർക്ക് അൺകൺട്രോളബിൾ ഗ്രോത്തിന് എനർജി ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ അൺകൺട്രോളബിളി നടത്തും. ബട്ട് ദ എയറോബിക് ഗ്ലൈക്കോളിസിസ് ഇൻ ക്യാൻസർ സെൽസ് ജനറേറ്റ് ATP അറ്റ് എ മോർ റാപ്പിഡ് റേറ്റ്. അപ്പോൾ നമ്മളിവിടെ നോർമൽ സെൽസിൽ ഓക്സിജൻ ഉണ്ട്, എല്ലാം സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടുമ്പോൾ അവർ ATP പ്രൊഡക്ഷൻ നടത്തുന്നു. ഓക്സിജൻ സഫീഷ്യൻ്റ് അല്ലാത്ത സമയത്ത് മാത്രം ഇവർ മറ്റ് പ്രോസസ്സിലൂടെ ATP സിന്തസിസ് നടത്തുന്നു. പക്ഷേ ക്യാൻസർ സെൽസ് അങ്ങനെയല്ല, റാപ്പിഡായിട്ട് ഇനി ഹ്യൂജ് കൺസപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ റാപ്പിഡായിട്ട് ഈ പ്രോസസ്സൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കും. ദ വാർബർഗ് ഇഫക്റ്റ് ഈസ് ദെയർഫോർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് അപ്ടേക്ക്. അപ്പോൾ വാർബർ ഇഫക്റ്റിൽ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് അപ്ടേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആൻഡ് പെർസിസ്റ്റൻറ്റ് റിലയൻസ് ഓൺ ഗ്ലൈക്കോളിസിസ് ഫോർ ATP പ്രൊഡക്ഷൻ. അപ്പോൾ ഗ്ലൈക്കോളിസിസ് വഴി ഇവർ ATP പ്രൊഡക്ഷന് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്സിജൻ ഇങ്ങനെ പ്ലെൻഫുള്ളി അവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇതാണ് ഒരു നോർമൽ സെൽസിലും ഒരു മാലിഗ്നൻറ്റ് സെൽസിലും നടക്കുന്ന എയറോബിക് ഗ്ലൈക്കോളിസിസ് തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ആണ് മെറ്റാസ്റ്റാസിസ്. അപ്പോൾ മെറ്റാസ്റ്റാസിസ് എന്താണെന്ന് നോക്കാം. ഇതും ഈ ക്യാൻസർ സെൽസിൻ്റെ ഒരു പ്രത്യേകതയാണ്. മെറ്റാസ്റ്റാസിസ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ക്ലസ്റ്റേഴ്സ് ഓഫ് മാലിഗ്നൻറ്റ് സെൽസ് ടു ബ്രേക്ക് എവേ ഫ്രം എ പ്രൈമറി ഗ്രോത്ത് ആൻഡ് എൻറ്റർ ദ ബ്ലഡ് സിസ്റ്റം ഓർ ലിംഫാറ്റിക് സിസ്റ്റം whereby they are carried to different parts of the body. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, മാലിഗ്നൻറ്റും ബെനൈനും പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഈ ബെനൈൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഒരു സെൽ സർഫസ് ഉണ്ടാക്കി അതിനകത്ത് ഒരു ഫിക്സഡ് ലൊക്കേഷൻസിൽ മാത്രമാണ്. പക്ഷേ ഈ മാലിഗ്നൻറ്റ് സെൽസിനുള്ളൊരു പ്രത്യേകതയാണ് മെറ്റാസ്റ്റാസിസ് ചെയ്യാനുള്ള എബിലിറ്റി. ഇവരെവിടെ നിന്നാണോ വന്നത്, അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ഗ്രോത്ത് ഇങ്ങനെ നടത്തി വന്നിട്ട് ഇവർ ആ സെല്ലിൻ്റെ സർഫസ് ബ്രേക്ക് ചെയ്ത് ഇവരിങ്ങനെ ആ പ്രൈമറി ഗ്രോത്ത് ഫോം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇവർ ബ്ലഡ് സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യുകയും അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യുകയും അവിടുന്ന് ബോഡിയുടെ പല പാർട്സിലോട്ട് ചെല്ലുകയും ചെയ്യും. The cells attain the capability of decreasing their adhesion to their neighboring cells. നേരത്തെ നമ്മൾ പറഞ്ഞു അഡ്ഹഷൻ ഇല്ല.
Then they cross the basal lamina and burrow through other tissues until they reach a blood vessel or lymphatic vessel for circulation. ഇങ്ങനെ അടുത്തിരിക്കുന്ന സെല്ലുമായിട്ട് ഒരു കോണ്ടാക്ഷനോ ഒരു അഡ്ഹഷനോ കോണ്ടാക്റ്റോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ബേസൽ ലാമിന ക്രോസ് ചെയ്ത് ബറോ ഉണ്ടാക്കി മറ്റ് ടിഷ്യൂസിലോട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടി ബ്ലഡ് വെസൽസ് വഴിയോ ലിംഫാറ്റിക് വെസൽസ് വഴിയോ സർക്കുലേഷനിൽ കടന്നുകൂടുന്നു. In the new location, these cells make an exit from the circulation in a similar way and proliferate there. ഇവർ ചെയ്യുന്നത് ഒരു ന്യൂ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവർ നേരെ ബ്ലഡ് സർക്കുലേഷനിൽ നിന്ന് അല്ലെങ്കിൽ ലിംഫാറ്റിക് സർക്കുലേഷനിൽ നിന്ന് ഇറങ്ങി അവിടെ ഇരുന്ന് അവർ പ്രോലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങും. These new settlements of tumor cells are called metastasis or secondary tumors. ഇങ്ങനെ വേറൊരു സ്ഥലത്ത് ചെന്ന് സെറ്റിൽ ചെയ്ത് അവിടെ ഇരുന്ന് അൺകൺട്രോളബിൾ ഗ്രോത്ത് തുടങ്ങുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ സെൽസിന് ഇങ്ങനെ ഒന്നും ആരെയും ഉപദ്രവിക്കാൻ മറ്റ് ഭാഗങ്ങളെ ഒന്നും ഉപദ്രവിക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. So multi-step metastatic process of cancer cells involve dissociation of tumor cells from the primary site. അപ്പോൾ പല ടൈപ്പ് പ്രോസസ്സ് വഴി ഈ ക്യാൻസർ സെൽസ് ഇങ്ങനെ ഈ ട്യൂമർ സെൽസുകളെ പ്രൈമറി സൈറ്റിൽ നിന്ന് അടുത്ത സൈറ്റിലോട്ട് കൊണ്ടുപോയി സെക്കൻഡറി ട്യൂമേഴ്സ് ആക്കി മാറ്റും. അപ്പോൾ അതിൽ ഇൻട്രാവാസേഷൻ, സർവൈവൽ ഇൻ ദ സർക്കുലേഷൻ, എക്സ്ട്രാവാസേഷൻ ആൻഡ് കോളനൈസേഷൻ. അപ്പോൾ ഇവർ ആ പ്രൈമറി സൈറ്റിൽ നിന്ന് സർക്കുലേഷനിലോട്ട് കയറി അവിടെ നിന്ന് ഇൻട്രാവാസേഷൻ നടത്തി അവിടെ നിന്ന് അവർ എക്സ്ട്രാവാസേഷൻ അവിടെ നിന്ന് സർക്കുലേഷനിൽ നിന്ന് വെളിയിലിറങ്ങി കോളനി ആക്കുന്നു. അപ്പോൾ ഇതാണ് ഈ സെക്കൻഡറി ട്യൂമേഴ്സായിട്ട് മാറുന്നത്. ട്യൂമർ സെൽസ് സെക്രീറ്റ് സെവറൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് പ്രോട്ടിയേസ് ആൻഡ് പ്ലാസ്മിൻ which degrade extracellular matrix facilitating their dissociation from the primary site. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി സൈറ്റിൽ ഇത് വളരെ ദോഷം ഉണ്ടാക്കുന്നു. അവിടെ ഇരുന്ന് അൺകൺട്രോളബിൾ ഗ്രോത്താണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പല ലൊക്കേഷനിലോട്ട് പോയി അവിടെ ഇൻവൈഡ് ചെയ്ത് ഇൻവേഷൻ നടത്തി അവിടെ ഇരിക്കുന്നു. എവിടെ ഇത് ചെന്നിരുന്നാലും പ്രൈമറി സൈറ്റിലായാലും സെക്കൻഡറി സൈറ്റിലായാലും ഈ പ്രോട്ടിയേസും പ്ലാസ്മിനും വന്ന് ആ സെല്ലിൻ്റെ സർഫസിൽ ഡീഗ്രഡേഷനൊക്കെ ഉണ്ടാക്കി മൊത്തത്തിൽ പ്രശ്നമാക്കും. ട്യൂമർ സെൽസ് ദെൻ intravasation is the invasion of cancer cells through the basement membrane into blood or lymphatic vessels. അപ്പോൾ ഇൻട്രാവാസേഷൻ മീൻസ് അപ്പോൾ ഇവർ ഒരിടത്തിരുന്ന് പ്രൈമറി സൈറ്റിലിരുന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടുത്തെ സെല്ലിൻ്റെ ബേസ്മെൻറ്റ് മെമ്പറൈൻ പൊട്ടിച്ച് നേരെ ബ്ലഡിലോ ലിംഫാറ്റിക് വെസൽസിലോ കയറുന്നു. അതാണ് ഇൻട്രാവാസേഷൻ. Then the migrated cells travel to distant places in the body and extravasate to distant organs like lymph node, bones and other organs. അപ്പോൾ ഇവർ അവിടെ നിന്ന് മൂവ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്ത് മറ്റ് ബോഡിയുടെ പാർട്സിലോട്ട് അതാണ് എക്സ്ട്രാവാസേറ്റ് ചെയ്ത് കയറുന്നത്. എവിടെയാണ്? ലിംഫ് നോഡിൽ, ബോൺസിലും മറ്റ് ഓർഗൻസിലും. ഇനി എക്സ്ട്രാവാസേഷൻ ഈസ് ദ എക്സിറ്റ് ഓഫ് ക്യാൻസർ സെൽസ് ഫ്രം ദ ബ്ലഡ് ഓർ ലിംഫാറ്റിക് വെസൽസ് ആസ് പാർട്ട് ഓഫ് മെറ്റാസ്റ്റാസിസ്. മെറ്റാസ്റ്റാസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഇൻട്രാവാസേഷൻ നടത്തി ഇവർ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുന്ന പ്രോസസ്സാണ് എക്സ്ട്രാവാസേഷൻ. അപ്പോൾ ഇറങ്ങി അവിടെ ഇരുന്ന് കോളനൈസ് ചെയ്ത് പ്രോലിഫറേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നു. ആ എൻറ്റയർ ബോഡി മുഴുകെ ഇത് സ്പ്രെഡായി പോകുന്നു. ഇതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് മാലിഗ്നന്റ് സെൽസിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് മെറ്റാസ്റ്റാസിസ്. അതിൻ്റെ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ടെക്സ്റ്റിൽ ഫിഗർ 15.2 പേജ് നമ്പർ 186 കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു ഫീച്ചറാണ് ആൻജിയോജെനിസിസ് ആൻഡ് ലിംഫാൻജിയോജെനിസിസ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മെറ്റാസ്റ്റാസിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളിൽ പറയുന്നത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായാൽ അതെങ്ങനെയാണ് ലങ്സിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായ ഒരാൾക്ക് പിന്നീട് അത് ലങ്ങിലോട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ലങ് ക്യാൻസർ ഇല്ല. അപ്പോൾ ഈ ഫീച്ചറുള്ള ബ്രസ്റ്റ് ക്യാൻസർ സെൽസ് തന്നെയാണ് അങ്ങോട്ട് പോയി മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് അത് ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. നെക്സ്റ്റ് ആൻജിയോജെനിസിസ് ആൻഡ് ലിംഫാൻജിയോജെനിസിസ്. ഇതിനുള്ള അടുത്തൊരു ഫീച്ചറാണ് ഈവൻ ദോ ക്യാൻസർ സെൽസ് ആർ അബ്നോർമൽ ദേ സ്റ്റിൽ റിക്വയർ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാൻസർ സെൽസ് അബ്നോർമലാണ്,
അവർക്ക് ഓക്സിജനും ന്യൂട്രിയൻസ് ആവശ്യമുണ്ട് ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവരെ ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ എടുത്ത് അൺകൺട്രോളബിൾ ഗ്രോത്തും ഗ്ലൈക്കോളിസിസ് ഒക്കെ നടത്തി ഇനി അവർ ആ വേസ്റ്റ് പ്രോഡക്റ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലഡ് വെസൽസ് ഈസ് ദെയർഫോർ ആൻ എസെൻഷ്യൽ സ്റ്റെപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ട്യൂമർ. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ ഈ ട്യൂമേഴ്സ് ഫോം ചെയ്യുമ്പോൾ തന്നെ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലഡ് വെസൽസ് ഒരു പ്രധാനപ്പെട്ട എസെൻഷ്യൽ സ്റ്റെപ്പാണ് ഈ ട്യൂമേഴ്സിൻ്റെ ഗ്രോത്തിൻ്റെ സമയത്ത്. ഫോർമേഷൻ ഓഫ് എ ന്യൂ ബ്ലഡ് വെസൽ ഈസ് കാൾഡ് ആൻജിയോജെനിസിസ്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ഗ്രോത്ത് നടക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ ബ്ലഡ് വെസൽസും ഫോം ചെയ്യുന്നു. ഇതിനെ നമ്മൾ ആൻജിയോജെനിസിസ് എന്ന് വിളിക്കുന്നു. ദിസ് പ്രോസസ് ഈസ് എ നോർമൽ പാർട്ട് ഓഫ് ഗ്രോത്ത് ആൻഡ് ഹീലിംഗ് ഇൻ ദ ബോഡി, ബട്ട് ഇറ്റ് ഓൾസോ ഒക്കേഴ്സ് ആസ് എൻ അബ്നോർമൽ ഫിനോമിനൻ വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാൻസർ. അപ്പോൾ നോർമലായിട്ടൊരു ആൻജിയോജെനിസിസ് നടക്കാം, പക്ഷേ ക്യാൻസർ സെൽസിൽ ഇങ്ങനെ ഒരു അബ്നോർമൽ ആയിട്ട് ഈ ഒരു ആൻജിയോജെനിസിസ് നടക്കുന്നുണ്ട്. കാരണം അബ്നോർമലായിട്ട് ബ്ലഡ് വെസൽസ് പുതിയതായിട്ട് ഫോം ചെയ്യുന്നു. ദ ട്യൂമർ സെൽസ് പ്രൊഡ്യൂസ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ദാറ്റ് സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് അഡീഷണൽ ബ്ലഡ് വെസൽസ്. അപ്പോൾ നോർമൽ സെൽസിൻ്റെ ഹീലിങ്ങിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ബ്ലഡ് വെസൽസ് ഫോം ചെയ്യുന്നു ആൻജിയോജെനിസിസ് വഴി. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാലിഗ്നന്റ് സെൽസ് the stimulation of growth factors leads to the formation of additional blood vessels. അപ്പോൾ ഇവിടെ ഇങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഫോം ചെയ്യുന്നു ഈ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ സ്റ്റിമുലേഷൻ കൊണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലഡ് വെസൽസ് in the premises of our tumor and cancer tissue is vascular endothelial growth factor. അപ്പോൾ ഇങ്ങനെ ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ട്യൂമർ സെൽസിൽ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന ഒരു ഗ്രോത്ത് ഫാക്ടറാണ് വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ, VEGF. അപ്പോൾ ഇതുപോലെ തന്നെ ദ ഫോർമേഷൻ ഓഫ് ലിംഫാറ്റിക് വെസൽസ്, അവിടെ ലിംഫാറ്റിക് വെസൽസിലും ഇങ്ങനെ ഒരു ഫോർമേഷൻ നടക്കുന്നു. ഇതിനെ നമ്മൾ ലിംഫാൻജിയോജെനിസിസ് എന്ന് വിളിക്കുന്നു. ഇതും ഈ ക്യാൻസറിൻ്റെ ഡെവലപ്മെൻറ്റ് സമയത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ സെൽസിനെ അപേക്ഷിച്ച് ഒരു ക്യാൻസർ സെൽസിൽ ആൻജിയോജെനിസിസും ലിംഫാൻജിയോജെനിസിസും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അപ്പം അതും ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഡിസ്ഓർഗനൈസേഷൻ ഓഫ് സൈറ്റോസ്കെലിറ്റൻ. ഒരു നോർമൽ സെൽസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് റെഗുലർ അറേഞ്ച്മെൻ്റ് ആണ് സെൽസിൽ. ആ റെഗുലർ അറേഞ്ച്മെൻറ്റ് കൊടുക്കുന്നത് ഈ സൈറ്റോസ്കെലിറ്റനാണ്. ദിസ് ഹെൽപ്സ് ഇൻ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് സെൽസ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് മാലിഗ്നന്റ് സെൽസ് സൈറ്റോസ്കെലിറ്റൻ ഈസ് പ്യുവർലി ഓർഗനൈസ്ഡ്. ബോത്ത് മൈക്രോട്യൂബ്യൂൾസ് ആൻഡ് മൈക്രോഫിലമെൻറ്റ്സ് അണ്ടർഗോ ഡീപോളിമറൈസേഷൻ. ഹെൻസ് ദീസ് സൈറ്റോസ്കെലിറ്റൽ എലമെൻറ്റ്സ് ബിക്കം ഇൻഡിസ്റ്റിങ്ക്റ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു സെൽ ടു സെൽ അഡ്ഹഷനുണ്ട്, സെല്ലിനകത്ത് കുറേ നല്ല അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് നോർമൽ സെൽസിന്. പക്ഷേ മാലിഗ്നന്റ് സെൽസിന് ഇങ്ങനെയുള്ള കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ നഷ്ടപ്പെടുന്നു ബിക്കോസ് ഓഫ് ദ ലോസ് ഓഫ് സെൽ ടു സെൽ അഡ്ഹഷൻ ആൻഡ് ദ ലോസ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ആൻഡ് മൈക്രോഫിലമെൻറ്റ്സ്. ഇതൊക്കെ ഡീപോളിമറൈസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഇതിന് അവിടുത്തെ സൈറ്റോസ്കെലിറ്റൻ ഡിസ്ഓർഗനൈസ്ഡ് കണ്ടീഷൻസിലാണ് കാണുന്നത്. And the next point is the changes in cellular inclusion. Cellular inclusionsലൊക്കെ ചേഞ്ചസ് ഉണ്ട്. In the case of nucleus, nucleolus, cytoplasmic organelles, ഇതിലെല്ലാം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. ന്യൂക്ലിയസിൻ്റെ കേസസിലാണെങ്കിൽ ക്യാൻസർ സെൽസ് യൂഷ്വലി ഷോ ന്യൂക്ലിയർ ഹൈപ്പർട്രോഫി. The nucleus of cancer cells has a more irregular outline. Granules composed of RNA and protein are more abundant in cancer cells. The nuclear membrane is characterized by deep infolding containing mitochondria, fat droplet, Golgi material, protein, glycogen. നമുക്കറിയാം ക്യാൻസർ സെൽസിൽ ന്യൂക്ലിയർ ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നു. കാരണം ഇറഗുലർ ഔട്ട്ലൈൻ ആയിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ന്യൂക്ലിയസിൽ ഗ്രാന്യൂൾസും RNAയും ഒക്കെ അബണ്ടൻ്റ് ആയിട്ട് ക്യാൻസർ സെൽസിൽ കാണും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അബണ്ടൻസ് കൊണ്ട് തന്നെ അവിടെ ഒരു ഇറഗുലർ ഔട്ട്ലൈൻ ഉണ്ടാവുകയും ഇത് വളരെ ആ സെല്ലുലാർ ഇൻക്ലൂഷൻസ് ന്യൂക്ലിയസിനൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കുകയും ചെയ്യും. ന്യൂക്ലിയോലസ് ഓൾസോ എക്സിബിറ്റ് ഹൈപ്പർട്രോഫി. ഇത് കൂടാതെ തന്നെ ന്യൂക്ലിയോലസ് ഹൈപ്പർട്രോഫി കണ്ടീഷനിലോട്ട് പോകുന്നു.
The shape is more irregular. Cancer cells nucleus usually contain several nucleoli. The fine structure of the nucleolus is also affected. The malignant cells often have aberrant chromosome complement, usually an aneuploid condition. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാലിഗ്നൻറ്റ് സെൽസ് ആണെങ്കിൽ അബരൻറ്റ് ക്രോമസോം കോംപ്ലിമെൻ്റ് ആയിട്ട് അവിടെ അന്യൂപ്ലോയിഡ് കണ്ടീഷൻസിലോട്ട് പോകണം. ഇതെല്ലാം നശിച്ച് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ. പിന്നെ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇങ്ങനെ റാപ്പിഡ്ലി ഗ്രോയിങ് ഗ്രോത്ത് ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പ്രോട്ടീൻ്റെ എമൗണ്ടൊക്കെ വളരെ കൂടുതലായിട്ട് വേണം. അപ്പോൾ മാലിഗ്നൻറ്റ് സെൽസ് therefore contain more abundant ribosome and through rough endoplasmic reticulum. അപ്പോൾ ഇങ്ങനെ പ്രോട്ടീനുകളൊക്കെ ധാരാളം നിർമ്മിക്കുന്നതിന് വേണ്ടി ധാരാളം റൈബോസോമുകളും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലും ഒക്കെ അബണ്ടൻ്റ് ആയിട്ട് ഇവർക്ക് വേണം. ഗോൾഗി കോംപ്ലക്സ്, അപ്പോൾ ഈ ക്യാൻസർ സെൽസിലെ ഗോൾഗി കോംപ്ലക്സ് ഒക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് പ്യുവർലി ഡെവലപ്ഡ് ആവുകയും ലൈസോസോമുകളൊക്കെ വളരെ ഡിക്രീസ് കണ്ടീഷൻസിൽ കാണപ്പെടുകയും ചെയ്യും. And the cytoplasmic cancer cells may contain abnormal inclusion. ഇത് കൂടാതെ തന്നെ ധാരാളം അബ്നോർമൽ ഇൻക്ലൂഷൻസ് അതിൽ കാണുകയും ഇത് മെലാനിൻ പിഗ്മെൻറ്റ് ഉൾപ്പെടെ ഇതിൽ പ്രൊഡക്ഷൻ നടക്കുകയും ഇത് മെലനോമാസ് ആയിട്ട് അല്ലെങ്കിൽ മിൽക്ക് ഡ്രോപ്ലെറ്റ് ആയിട്ട് കാണുകയും ഇങ്ങനെയാണ് മാമറി ട്യൂമേഴ്സ് ഇതിലോട്ട് ആ ഒരു കണ്ടീഷനിലോട്ട് പോവുകയും കൂടാതെ തന്നെ മ്യൂക്കസ് ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സ് ഉള്ളവരിൽ ഇങ്ങനെ ഒരു മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂടുകയും പിന്നെ ഹെപ്പറ്റോമാസിൽ ലാർജ് പ്രോട്ടീൻ ഡ്രോപ്ലെറ്റിൻ്റെ പ്രൊഡക്ഷൻ ഹെപ്പറ്റോമാസിലോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസിനും ഈ സെല്ലുലാർ ഇൻക്ലൂഷൻസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവുകയും അത് വളരെയധികം സിവിയർ കണ്ടീഷൻസിലോട്ട് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ദ കാരിയോടൈപ്പ് ചേഞ്ച്. Most cancer cells have abnormal chromosome complement.